കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കണ്ട് പുറങ്കുപ്പായമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുകയും മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ വിൻസെന്റ് ഫെറർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് പല കുടുംബങ്ങൾ, ഒന്നിലേറെ വിശുദ്ധർ അടങ്ങുന്ന കുടുംബങ്ങൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കുടുംബം, മാതാപിതാക്കളും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ബാസിലിൻ്റെ കുടുംബം, അതുപോലെ പല കുടുംബങ്ങൾ. ഈ വിൻസെന്റ് ഫെററിൻ്റെ കുടുംബത്തിലും ഒന്നിലേറെ വിശുദ്ധരുള്ള ഒരു കുടുംബമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ നല്ല ജീവിതം. മാതാപിതാക്കൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അവര് പുണ്യാഭ്യാസങ്ങളുള്ളവരാണ്, പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിച്ച മാതാപിതാക്കൾ. അതുപോലെ തന്നെ അവര് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന മാതാപിതാക്കൾ. നമ്മുടെയൊക്കെ മക്കളിൽ ഒരാൾ വിശുദ്ധരായെന്ന് കേൾക്കുന്നത് എന്ത് അഭിമാനമാണ് നമുക്ക്. നമ്മുടെ മക്കള് ആരെങ്കിലും, മക്കൾ വേണമെന്നില്ല, ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും വിശുദ്ധരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനം ചെറുതൊന്നുമല്ല. ഇനി അതിന് ആവശ്യമായൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ കണ്ടിട്ടാണ് മക്കള് നല്ലത് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ നന്മകളും പ്രാർത്ഥനകളും സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളെ ദൈവികമായി ചിന്തിക്കാനായിട്ട് പ്രചോദിപ്പിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ചെറുപ്പം മുതലേ ഉപവാസവും അങ്ങനെ പ്രാർത്ഥനയും, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉപവാസ പ്രാർത്ഥന നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് വിൻസെന്റ് ഫെറർ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു പ്രാസംഗികനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വളരെ വളരെ ഇത് സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ പോലും വരുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ ഒരാൾ വരുന്നെന്ന് കേട്ടപ്പോൾ വിൻസെൻ്റ് ഫെറർ പ്രത്യേകിച്ച് ഒരുങ്ങി, ബൗദ്ധിക തലത്തിൽ നന്നായിട്ട് ഒരുങ്ങി. ഇനി അങ്ങനെ ഒരുക്കം കൂടി പോയപ്പം പ്രാർത്ഥിക്കാൻ സമയം കിട്ടി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഒരിക്കൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് അച്ഛൻ്റെ പ്രസംഗം കേട്ടു, ഇതിനു മുമ്പും ഇതേ വിഷയം ഞാൻ ഒരിക്കൽ കേട്ടതാണ്, അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല, പക്ഷെ ഇന്ന് സൂപ്പർ പ്രസംഗമായിരുന്നു. ഇനി അതിന് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യം, അന്ന് വിൻസെൻ്റ് ഫെററാണ് പ്രസംഗിച്ചത്, നല്ല ഒരുക്കമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥനയില്ലായിരുന്നു. ഇന്ന് പ്രസംഗിച്ചത് വിൻസെൻ്റ് ഫെറർ അല്ല, വിൻസെൻ്റ് ഫെററിലൂടെ കർത്താവാണ് പ്രസംഗിച്ചത്. നമ്മളൊക്കെ രാവും പകലും ചങ്ക് പൊട്ടി അധ്വാനിച്ചാലും പ്രാർത്ഥനയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നൊരു നിർദ്ദേശമുണ്ട്. അതാണ് സുഭാഷിതങ്ങൾ 3:6 വായിച്ചാൽ നമ്മൾ കാണുക, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. ഈ ഒരു ബോധ്യം വന്നതുകൊണ്ടാണ് വിൻസെൻ്റ് ഫെറർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വന്തം കാര്യം ഓർത്ത് ചെയ്യാതെ ദൈവത്തെ ഓർത്ത് ചെയ്യുക. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കണം എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിൽ നാം പ്രത്യേകം പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, പത്രോസിൻ്റെ ധൈര്യം. ഈ പത്രോസ് ഈ അവസ്ഥയിലേക്ക് വരാനുള്ള കാരണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ ഭീരുത്വം നമ്മളെ പിടികൂടിയിട്ടുണ്ടോ, ജഡികത നമ്മളെ പിടികൂടിയിട്ടുണ്ടോ, ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഈ വിശുദ്ധ പത്രോസിൻ്റെ ജീവിത ഒരു സാക്ഷ്യമാണ്. നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ പത്രോസിനെ മാറ്റിമറിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉത്ഥാനം ചെയ്ത കർത്താവിനെ അവൻ കണ്ടുമുട്ടിയത്. പത്രോസിന് പ്രത്യക്ഷപ്പെടുന്ന മറ്റേ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പത്രോസിന് പ്രത്യക്ഷപ്പെട്ട ഉദ്ധിതനായ കർത്താവ്, അത് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. രണ്ടാമതൊരു സംഭവമുണ്ട്, അതാണ് പന്തക്കുസ്ത. ആദ്യത്തെ പന്തക്കുസ്തായിൽ പങ്കെടുത്ത വ്യക്തിയാണ് പത്രോസ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാണുകയാണ്, പത്രോസിൻ്റെ പ്രസംഗത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം കാണാൻ പറ്റി, പത്രോസിൻ്റെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം കാണാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ പത്രോസ് തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, കർത്താവിന് വേണ്ടിയാണ് ജീവിച്ചത്. അത്രമാത്രം മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരാവുന്നതേ ഉള്ളൂ, ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. ഈ പത്രോസ് അസന്നിഗ്ധം പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, രക്ഷ യേശുവിൽ മാത്രമാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുക, ആ നാമം വിളിച്ചപേക്ഷിക്കുക. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് പത്രോസ് അസന്നിഗ്ധം പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ദൈവത്തെ കൂടാതെ നമ്മൾ കിടന്ന് അധ്വാനിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവ്. പത്രോസ് അങ്ങനെ ഇരുന്നപ്പം ബോറടിച്ചു. അവൻ പറഞ്ഞ്, ഞാൻ മീൻ പിടിക്കാൻ പോവാം. ഉടനെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും വരുവാ. നിൽക്കുക, നമ്മുടെയൊക്കെ വാക്കും നമ്മുടെയൊക്കെ പെരുമാറ്റവും എത്രമാത്രം മറ്റുള്ളവരെ സ്വാധീനിക്കും. നല്ലതിലേക്ക് സ്വാധീനിക്കാം, പാപത്തിലേക്ക് വഴുതി വീഴാനായിട്ട് സ്വാധീനിക്കാൻ പറ്റും. പറയുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഭവനത്തിലാണേലും സമൂഹത്തിലാണേലും വളരെ വളരെ ശ്രദ്ധയുള്ളവരായിട്ട് മാറണം. ഒരഭിഷേകമുള്ള വ്യക്തി, പ്രത്യേകിച്ച് കുടുംബനാഥൻ, അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകം മക്കളിലേക്ക് ഒഴുകും. തലേന്ന് താഴേക്കാണ് അഭിഷേകം ഒഴുകേണ്ടത്. പറയുണ്ട്, കുടുംബനാഥയ്ക്ക് പ്രാർത്ഥനയില്ല, വിശുദ്ധിയില്ല, അഭിഷേകവുമില്ലെങ്കിൽ മക്കളിൽ അതെങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? പറയുണ്ട്, അഭിഷേകം തലേന്ന് താഴേക്ക് ഒഴുകേണ്ടതാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, അപ്പസ്തോലന്മാരുടെ തലവനായിരുന്ന പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. അത് കേട്ടത് ബാക്കിയുള്ളവരും പറഞ്ഞു, ഞങ്ങളും വരികയാണ്. അവർ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനം വൃഥാവിലായി. എൻ്റെ കാരണം ദൈവത്തോട് ആലോചന ചെയ്യാതെ ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ആലോചന ചെയ്ത്, അത് നിങ്ങൾ ചറ്റക്കുടിലുണ്ടാക്കുന്നതാണേലും ബംഗ്ലാവ് വെക്കുന്നതാണേലും
ദൈവത്തോട് ആലോചന ചെയ്തിട്ട് ചെയ്തേ, അതിനകത്ത് കിടന്ന സമാധാനം ഉണ്ടാവും. ഇനി നമ്മൾ വിദേശത്ത് പോകുന്നതാണേലും നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ തീരുമാനം എടുക്കുന്നതാണേലും ദൈവത്തോട് ആലോചന ചെയ്തിട്ട് ആലോചന പ്രകാരം ഒന്ന് ചെയ്തേ, അതിന് അതിൻ്റേതായിട്ടുള്ള നേട്ടം ഉണ്ടാവും. നിങ്ങൾ വിവാഹം കഴിക്കുന്നതോ അവിവാഹിതനായിട്ട് കഴിയുന്നതോ ഏതാണെങ്കിലും ദൈവത്തോട് ആലോചന ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു കൃപയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കുറവാണ് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നത്. പക്ഷെ നമ്മൾ കാണുകയാണ് ലൂക്ക 5-ാം അധ്യായത്തിലും ഇതുപോലൊരു മീൻപിടുത്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെയും കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, നീ ആഴത്തിലേക്ക് വലയിറക്കുക. ഇവിടെ പറഞ്ഞ എന്താ? വലതുവശത്ത്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. ഈ രണ്ട് സാഹചര്യങ്ങളിലും പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അറ്റ് യുവർ വേർഡ്, നിന്റെ വാക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഞാൻ അതിൻ്റെ ഫലം എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. പറയുണ്ട്, വചനമനുസരിച്ചുള്ള ജീവിതം, ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ദൈവകൃപയിലുള്ള ജീവിതം, അതാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ പരാജയം രുചിക്കേണ്ടി വരില്ല. 1 സാമുവേൽ 18-14 നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവൻ്റെ കൂടെ പോയി അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും അവൻ വിജയിപ്പിച്ചു. പറയുണ്ട്, കർത്താവ് കൂടെ ഉണ്ടാകണം, അതിന് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവാശ്രയത്വം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.